എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1200-ാം ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരുടെ പുതുവർഷ ഫലമാണ് പ്രതിപാദിക്കുന്നത്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 1200-ാം ആണ്ട് മധ്യഭാഗം വരെ, മധ്യസ്ഥിതി വരെ 5-ലും തുടർന്ന് 6-ലും സഞ്ചരിക്കുന്നു. ശനി 2-ലും 3-ലും സഞ്ചരിക്കുന്നു. രാഹു 3-ലും 2-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷഫലമാണ് വരാൻ പോകുന്നത്. സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താന ഗുണം അനുഭവപ്പെടുന്നതാണ്. ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടും വളരെ മെച്ചപ്പെടുന്ന ഒരു കാലയളവാണ്. ഉദ്യോഗസ്ഥർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ, പ്രമോഷനൊക്കെ കിട്ടുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിന് വിദേശത്തും സ്വദേശത്തും അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അഡ്മിഷനൊക്കെ കിട്ടി സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിന് ഏറ്റവും യോജിച്ച ഒരു കാലയളവാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവിൽ വളരെ അനുകൂല സമയമാണ്. അവർക്ക് പല വിധത്തിലുള്ള അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. എങ്കിലും വർഷത്തിൻ്റെ 2-ാം പകുതി വരുമ്പോൾ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് ചേർന്നേക്കാം. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും.